സംസ്ഥാനത്ത് ഇന്നും കനത്ത ചൂട് 14 ജില്ലകളിലും താപനില 35 ഡിഗ്രിക്ക് മുകളിൽ. പാലക്കാട് ജില്ലയിൽ താപനില 45 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. അതീവ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശവരികളുമായി ശാലിനി ചിരികയാണ്. ശാലിനി, കേരളം ചുട്ടുപൊള്ളുകയാണ്. വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സുരേഷ്, സംസ്ഥാനം സർവകാല റെക്കോർഡിലേക്ക് താപനില എത്തുന്നുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിലയിരുത്തുന്നത്. ഇന്ന് 45 ഡിഗ്രി സെൽഷ്യസ് ആണ് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് രാവിലെയോടുകൂടി 45 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തൊട്ടു പിന്നാലെ കൊല്ലത്ത് 41 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തുകയാണ്. രണ്ട് ജില്ലകളിലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപനില എത്തി നിൽക്കുകയായിരുന്നു. ആശങ്കാജനകമായ സാഹചര്യം തന്നെയാണ് ഈ രണ്ട് ജില്ലകളിലും ഉള്ളത്. സൂര്യാതാപം, സൂര്യാഘാതം ഒക്കെ തന്നെ ഈ രണ്ട് ജില്ലകളിലും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം കൂടിയുണ്ട്. ഒപ്പം 38, 39 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂടി താപനില എത്തുന്നുണ്ട് പല ജില്ലകളിലും. പത്തനംതിട്ട, ഒപ്പം തന്നെ കോട്ടയം ജില്ലകളിലും കോഴിക്കോട്, വയനാട് ജില്ലകളിലും താപനില ക്രമാതീതമായി ഉയരുകയാണ്. അതുകൊണ്ട് തന്നെ ആശങ്കാജനകമായ സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കൂടി ഇപ്പോൾ മുൻവിധി എഴുതുന്നത്. വരും ദിവസങ്ങളും താപനില 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നുണ്ട്. അത് മാത്രമല്ല, സംസ്ഥാനത്ത് വേനൽമഴ ഗണ്യമായി കുറയുകയാണ്. സ്വാഭാവികമായും വേനൽമഴ ലഭിക്കേണ്ട സമയമാണ്. ആ സമയത്ത് മഴ കുറയുകയാണ്. അതും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ താപനില ഉയർന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് മുന്നറിയിപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. ശാലി, അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണം, ഏതൊക്കെ തരത്തിൽ ശ്രദ്ധിക്കണം എന്ന രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ശാലിനി പറഞ്ഞതനുസരിച്ച് വരും ദിവസങ്ങളിലും ചൂട് അസഹനീയമായി കൂടാനുള്ള ഒരു സാഹചര്യം തന്നെയാണല്ലോ മുന്നിലുള്ളത്. സുരേഷ്, മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം വേനൽമഴ കുറയുന്നു. ക്രമാതീതമായി താപനില പെട്ടെന്ന് തന്നെ ഉയരുന്ന ഒരു സാഹചര്യം. സൂര്യാതാപം, സൂര്യാഘാത മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ പ്രത്യേകിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് പൊതുജനങ്ങൾക്കും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടങ്ങൾക്കും നൽകിയിട്ടുള്ളത്. രാവിലെ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിലേൽക്കുന്ന ജോലികളിൽ നിന്ന് ആളുകൾ പിന്തിരിയണം എന്നുള്ളതാണ്. നിർമ്മാണ മേഖലയിലാണ് ഈ സമയങ്ങളിൽ പുറത്ത് ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ജാഗ്രത കാണിക്കണം. ജോലി പരമാവധി ഒഴിവാക്കണം എന്നുള്ളതാണ് ഒരു മുന്നറിയിപ്പ്. മറ്റൊന്ന്, സ്കൂളുകളിലൊക്കെ തന്നെ വെക്കേഷൻ ക്ലാസുകൾ നടത്തുന്നുണ്ട്. അവിടെ അത്യാവശ്യമല്ലാത്ത ക്ലാസുകൾ ഒഴിവാക്കിക്കൊണ്ട് നിർബന്ധമായിട്ടുള്ള ക്ലാസുകൾ നടത്തരുത് എന്നുള്ളതാണ്. മറ്റ് ക്ലാസുകൾ നടത്തുകയാണെങ്കിൽ വായുസഞ്ചാരമുള്ള സ്കൂളുകളിലും ക്ലാസ് റൂമുകളും ആയിരിക്കണം. കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം. മറ്റൊന്ന്, ഈ പുറത്ത് ജോലി ചെയ്യുന്നവർ സൂര്യാതാപവും സൂര്യാഘാതവും ഒക്കെ തന്നെ ഏൽക്കാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അടുത്തുള്ള ആശുപത്രികളെ സമീപിക്കണം. അതിന് മുൻകരുതലുകൾ വേണം എന്നുള്ളതാണ് മറ്റൊരു മുന്നറിയിപ്പായി മുന്നിൽ കാണുന്നത്. മറ്റ് പുറത്തിറങ്ങുന്നവർ ഒക്കെ തന്നെ കുടകൾ കൈകൾ കരുതണം എന്നൊരു മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യ വകുപ്പും നൽകുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ക്രമാതീതമായി താപനില ഉയരുമെന്നുള്ളതാണ്. ഒരുപക്ഷെ സർവകാല റെക്കോർഡ് ഉപയോഗിച്ച് താപനില ഇനിയും ഉയരുമെന്നുള്ള മുന്നറിയിപ്പ് കൂടിയുണ്ട്. എന്തായാലും വേനൽ മഴ ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുമ്പോഴും എപ്പോഴെത്തുമെന്നുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളടക്കം തലസ്ഥാനത്ത് ഉൾപ്പെടെ ചെറിയ തോതിൽ മഴ പെയ്തതല്ലാതെ കാര്യമായ വേനൽമഴ ലഭിക്കാത്തതും ഈ ചൂട് കൂടാനുള്ള പ്രധാന കാരണമായി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ആശങ്കകൾ ഒഴികെയല്ല, ആശങ്കകൾ വർദ്ധിക്കുകയാണ്. ഒപ്പം തന്നെ ജാഗ്രത പാലിക്കണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും പൊതുജനങ്ങൾക്കും ഒപ്പം തന്നെ സംസ്ഥാന ഓരോ ജില്ലാ ഭരണകൂടങ്ങൾക്കും. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശവും സംസ്ഥാന സർക്കാരിന്റെ സംവിധാനങ്ങൾ അവഗണിക്കുകയാണ് എന്നുള്ള വിമർശനമുണ്ട്. കാരണം ഈ തൊഴിൽ സമയം നിജപ്പെടുത്തുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടും വേണ്ടത്ര പരിശോധനകൾ ഉണ്ടാകുന്നില്ല എന്ന വിമർശനം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചൂട് സ്വാഭാവികമായും വരും ദിവസങ്ങളിലും കൂടും എന്നുള്ള മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലുള്ള പരിശോധനകളും നടപടികളും കർക്കശമാക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. കാരണം ജോലി സമയം നിശ്ചയിക്കണം. പകൽ സമയങ്ങളിൽ ഈ ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സമയക്രമീകരണം വേണമെന്നൊരു ആവശ്യം ഘട്ടത്തിൽ ശക്തമാവുകയാണ്. നിർദ്ദേശവും നിയന്ത്രണവും മാത്രമാണ് നിലവിലുള്ളത്. രാവിലെ 11 മണി മുതൽ 3 മണി വരെ ജോലി ചെയ്യരുത്. പക്ഷേ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ജോലികൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് അതിന് കാര്യമായ സമയമാറ്റം വേണമെന്നൊരു ആവശ്യം ഇപ്പോൾ ശക്തമാക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് ചൂട് കൂടുമ്പോൾ സംസ്ഥാനത്തെ സർക്കാർ വലിയ രീതിയിലുള്ള ഇത്തരം കാര്യങ്ങളിൽ അനുഭവം നടത്തുന്നുണ്ടെന്നുള്ളൊരു വീഴ്ചയും വിമർശനവും
ഒരു ഘട്ടങ്ങളിൽ തുടരുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ലേബർ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ അതിൽ കൃത്യമായ ഇടപെടൽ നടത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് മാത്രമാണ് നിലവിൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലത്തും ഒപ്പം പാലക്കാട് ജില്ലകളിലുമൊക്കെ സൂര്യതാപവും സൂര്യാഘാതവും ഏൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ജാഗ്രതയും മുൻകരുതലുകൾ പാലിക്കണം എന്നൊരു നിർദ്ദേശം ഇപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് കൂടി ശക്തമാകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ രോഗങ്ങൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ സമയക്രമീകരണത്തിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാകില്ല. സുരേഷ്, ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തിന്. ഇനിയിപ്പം പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ കൂടി ചേരുകയാണ്. അരുൺ, പാലക്കാട് 45 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്രത്തോളം ജനജീവിതം ദുസ്സഹമായി കഴിഞ്ഞു അവിടെ, അല്ലേ? തീർച്ചയായും സുരേഷ്, പാലക്കാട് ചൂട് വലിയ രീതിയിൽ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് പൊതുവിലെ ഉള്ളത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തുന്നത് പാലക്കാടാണ് എന്നുള്ളതാണ്. ഏതായാലും ചൂടിൽ നിന്ന് ആശ്വാസം കണ്ടെത്താൻ വേണ്ടി ജനങ്ങളെല്ലാം നന്നേ പാടുപെടുന്ന ഒരു സ്ഥിതിയാണ് പൊതുവിലെ ജില്ലയിൽ കാണാൻ സാധിക്കുന്നത്. ഇന്നലെയാണ് ജില്ലയിൽ ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചെറിയ സ്കൂളുകളിലും മറ്റുമൊക്കെ സ്ഥാപിക്കുന്ന ചെറിയ വെതർ സ്റ്റേഷനുകളുണ്ട്, അതായത് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ. അവിടെയാണ് ചൂട് വലിയ രീതിയിൽ പലയിടങ്ങളിലായി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുള്ളത്. കഴിഞ്ഞ ദിവസം എരുമയൂരിലെ സ്കൂളിൽ സ്ഥാപിച്ചിട്ടുള്ള വെതർ സ്റ്റേഷനിൽ 43.5 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്നലെയാണെങ്കിൽ കാഞ്ഞിരപ്പുഴയിൽ 45 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ജില്ലയുടെ മൊത്തമായുള്ള കണക്കല്ല. ജില്ലയുടെ മൊത്തമായുള്ള കണക്കിൽ 41 ഡിഗ്രിക്ക് മുകളിൽ ചൂട് ഉണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഏതായാലും 41 ഡിഗ്രിക്ക് മുകളിൽ ചൂട് അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെ വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യമാണ്. കാരണം സംസ്ഥാനം ഇത്തരത്തിൽ ചൂട് അനുദിനം വർദ്ധിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ ചൂട് പാലക്കാട് ജില്ലയിൽ അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ചൂടിൽ നിന്നും ആശ്വാസം കണ്ടെത്താൻ വേണ്ടി വലിയ രീതിയിൽ അവർ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അത്രയേറെ വെന്ത് ഉരുകുന്ന ഒരു സാഹചര്യമാണ്. ചേട്ടാ, നല്ല ചൂടുണ്ടോ? നല്ല ചൂട്. പാലക്കാട് ഭയങ്കര ചൂട്, യാതൊരു സംശയമില്ല. ഇന്നലെ 43 ഡിഗ്രി ആയിരുന്നു. ഇനിയിപ്പോൾ എത്രയാണെന്ന് അറിയില്ല, വൈകുന്നേരം ആകുമ്പോഴേ അറിയുള്ളൂ. 45 എന്നൊക്കെ പറയുന്നുണ്ട് ആയിരിക്കും, ശരിയായിരിക്കും. അത്ര ചൂടുണ്ട്. അതിന് പുറമെ വൈകുന്നേരം കറണ്ട് പോലും എല്ലാ പ്രശ്നം തന്നെ തന്നെയാണ്. ചേട്ടാ, നല്ല ചൂടാണ്. അത് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ വേറെ ഒന്നുമില്ല പാലക്കാട്. ഇപ്പോൾ നമുക്ക് ഇളനീര കുടിക്കുന്നതാണ് ആശ്വാസം. ഇടയ്ക്ക് ഇതുള്ളതുകൊണ്ടൊരു സുഖം നിൽക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്, അല്ലാണ്ടെങ്കിൽ നല്ല സഹിക്കുന്നില്ല, ഭയങ്കര ചൂടാണ്. അത് തന്നെയാണ്. ഏതായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ചൂട് അനുഭവപ്പെടുമ്പോൾ അവർക്ക് ജോലി സമയത്തൊക്കെ നന്നേ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിയാണ്. പ്രത്യേകിച്ച് ഈ നിർമ്മാണ തൊഴിലാളികളും മറ്റുമൊക്കെയാണ്, അല്ലെങ്കിൽ ഈ കൃഷിയും മറ്റുമൊക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് ഈ ചൂടിൽ അവർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം പൊതുവിലെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ ഇത്രയേറെ ചൂട് അനുഭവപ്പെടുന്നു. അടുത്ത മാസത്തേക്ക് മെയ്യിലേക്കൊക്കെ കടക്കുമ്പോഴേക്കും ചൂട് എത്രത്തോളം കൂടും എന്നുള്ളത് ഒരു ആശങ്ക ഏതായാലും ആളുകൾ പ്രകടിപ്പിക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ചെറിയ രീതിയിലുള്ള കാറ്റടിക്കുന്നതാണ് ഒരു ആശ്വാസം. പക്ഷെ അതും ഒരു ഉഷ്ണക്കാറ്റായി മാറുന്ന ഒരു സ്ഥിതി പൊതുവിലെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി അത് വരും ദിവസങ്ങളിൽ ആ കാറ്റുകൂടെ നിലയ്ക്കുന്ന പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വേനൽ കൂടുതൽ കടുക്കുന്ന ഒരു വേളയിൽ ഈ ഒരു കാറ്റ് കൂടി പൂർണ്ണമായും നിലയ്ക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നതായി ആളുകൾക്ക് തോന്നുകയും വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. നിലവിലേതായാലും ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ വലിയ ജാഗ്രതാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഉച്ചയ്ക്ക് സമയത്ത് 12 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ ഈ നിർമ്മാണ തൊഴിലാളികളും മറ്റുമൊക്കെ ജോലി നിർത്തിവെക്കുക, പകരം ഈ അതിരാവിലെയും മറ്റും ജോലിക്ക് കയറുന്ന തരത്തിലേക്ക് ജോലി സമയം ക്രമീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നിർജ്ജലീകരണം തടയുന്നതിന് വേണ്ടി ധാരാളം വെള്ളം കുടിക്കണമെന്നും ആരോഗ്യവകുപ്പ് ആവശ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ജാഗ്രത ഉണ്ടാവണം. സൂര്യതാപം ഉൾപ്പെടെ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യതാപവും മറ്റും ഏൽക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയിലോ മറ്റോ ചികിത്സ തേടണം എന്നുള്ള ഒരു മുന്നറിയിപ്പും ആരോഗ്യ വിഭാഗം. അരുൺ, നേരത്തെ അവർ പ്രതികരിച്ചതുപോലെ തന്നെ അത്രത്തോളം അസഹനീയമായ ചൂടാണ് പാലക്കാട് ജില്ലയിൽ ഉടനീളമുള്ളത്. അത്രത്തോളം ഉഷ്ണക്കാറ്റും വീശിയടിക്കുന്ന ഒരു സാഹചര്യം അരുൺ പറഞ്ഞതുപോലെ തന്നെ. ഒപ്പം നേരത്തെ ശാലിനി സൂചിപ്പിച്ചു, ഈ വേനൽ മഴ ഇനിയും വൈകും എന്നുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇങ്ങനെ ചൂട് കനക്കുകയാണെങ്കിൽ വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു, ഒരു വരൾച്ചയിലേക്ക് നീളുന്നു. അത്തരത്തിലുള്ളൊരു സാഹചര്യം കൂടി മുന്നിലേക്ക് എത്തുമോ എന്നുള്ള ആശങ്കയാണ് സ്വാഭാവികമായും ജനങ്ങൾക്കുമുള്ളതല്ലേ?
തീർച്ചയായും സുരേഷ്, ഈ വേനൽ മഴ പെയ്യുകയാണെങ്കിൽ ചൂടിൽ നിന്ന് ഒരു ആശ്വാസം ആളുകൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെയും ജില്ലയിൽ വേനൽ മഴ പെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യം. ചിലയിടങ്ങളിൽ സാധാരണഗതിയിൽ ഈ ഉത്സവ സീസണുകളും മറ്റുമൊക്കെ ആവുന്ന വേളയിൽ പൊതുവിലെ ഈ വേനൽ മഴ എത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രധാനപ്പെട്ട ഉത്സവങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് പോലും ഈ വേനൽ മഴ ഇതുവരെയും ജില്ലയിൽ എവിടെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മണ്ണാർക്കാട് മേഖലയിലും മറ്റും ചെറിയ രീതിയിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും മറ്റ് പ്രദേശങ്ങളിൽ ഒരിടത്തും തന്നെ ഈ വേനൽ ചൂട് മാത്രമാണ്, മഴ പെയ്യുന്ന ഒരു സാഹചര്യമേ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ആ മഴ തന്നെയാണ് ആളുകൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. കാരണം ഇങ്ങനെ ചൂട് അനുദിനം വർദ്ധിക്കുന്ന വേളയിൽ അതിലൊരു ശമനം ഉണ്ടാവണമെങ്കിൽ അത് ഒരു മഴ പെയ്യുന്നതോടുകൂടെ തന്നെ അതിനൊരു ശമനം ഉണ്ടാവും എന്നുള്ളതാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. നിലവിലേതായാലും ഈ ചൂടിങ്ങനെ വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഒപ്പം ഇതുവരെ രേഖപ്പെടുത്താത്ത തരത്തിലേക്ക് ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് പൊതുവിലെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുന്നതിന് വേണ്ടി ജനങ്ങൾ നന്നേ പാടുപെടുന്ന ഈ ഒരു വേളയിൽ ചൂടിൽ ഒരു കുറവ് രേഖപ്പെടുത്തുന്നില്ല. ഓരോ ദിവസം കഴിയുന്നോറും ചൂടിൻ്റെ അളവ് ജില്ലയിൽ വലിയ രീതിയിൽ വർദ്ധിക്കുന്നു, സംസ്ഥാനത്ത് ഒട്ടുക്ക് വർദ്ധിക്കുന്നു. അതിൽ തന്നെ പാലക്കാട് ജില്ലയിൽ കുറച്ചധികം ചൂട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പാലക്കാട് ജില്ലയിൽ താപനില 45 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചുട്ടുപൊള്ളുകയാണ് ജില്ല. അരുണാലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.